ശ്രീ ടി എൻ പ്രതാപൻ, പ്രതിപക്ഷത്തിന് പ്രത്യേക നിർദ്ദേശങ്ങളൊന്നും ഇല്ലായിരുന്നു ഇന്നത്തെ സർവകക്ഷി യോഗത്തിൽ. എല്ലാ പിന്തുണയും നൽകുകയായിരുന്നു. ഇത് പ്രതിപക്ഷത്തിന്റെ ഒരു തന്ത്രമായിരുന്നില്ലേ? CPIക്കുള്ള പിന്തുണയായിരുന്നു ഇത്. CPI ആണ് കയ്യേറ്റമൊഴിപ്പിക്കലിന് മുൻപന്തിയിലുള്ളത്. അവർക്കുള്ള പിന്തുണയാണ് പ്രതിപക്ഷം നൽകിയത്. സർക്കാരിനെതിരെയുള്ള സർക്കാരിന്റെ CPMന്റെ പല നിലപാടുകളോടും എതിർപ്പുള്ള CPIക്ക് നൽകിയ പിന്തുണ. മഞ്ജുഷേ, ഞങ്ങൾ ഈ കാര്യത്തിൽ CPIയുടെ ആത്മാർത്ഥതയെ പൂർണ്ണമായും അംഗീകരിക്കുകയാണ്. CPI കയ്യേറ്റം ഒഴിവാക്കുന്നതിന് വേണ്ടി പ്രത്യേകിച്ചും റവന്യൂ വകുപ്പ് എടുത്തിട്ടുള്ള എല്ലാ ശ്രമങ്ങൾക്കും CPIയുടെ സംസ്ഥാന സെക്രട്ടറി കാന രാജേന്ദ്രൻ ഉൾപ്പെടെ എടുത്ത രാഷ്ട്രീയ നിലപാടുകൾക്കും പൂർണ്ണമായും പ്രതിപക്ഷത്തിൻ്റെ പിന്തുണയും സഹകരണമുണ്ട്. ഇന്നത്തെ യോഗത്തിൽ ഞങ്ങൾ ബോധപൂർവം തന്നെയാണ്. കാരണം ഞങ്ങൾ നേരത്തെ മൂന്നാറിലെ കയ്യേറ്റവുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തലയും മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയും UDFും കോൺഗ്രസും നിയമിച്ച ഉപസമിതികളും ഈ സ്ഥലത്തൊക്കെ പോയി അതിനുശേഷം തയ്യാറാക്കി കത്ത് ഞങ്ങൾ മുഖ്യമന്ത്രിക്ക് നൽകുകയുണ്ടായി. നിയമസഭയിൽ പ്രതിപക്ഷ നേതാവ് ഉമ്മൻചാണ്ടി ഉന്നയിക്കുകയും ചെയ്തു. ഇന്നലെ മുൻ KPCC പ്രസിഡന്റ് ശ്രീ VM സുധീരൻ മുഖ്യമന്ത്രിക്ക് ഇന്നലെ ഒരു വിശദമായ കത്ത് വൻകിട കയ്യേറ്റക്കാരേതുൾപ്പെടെ എല്ലാം വെച്ചുകൊണ്ട് കൊടുത്തു. ഇന്നലെ മാതൃഭൂമി ചാനലും ഇന്ന് മാതൃഭൂമി പത്രമൊക്കെ അത് വലിയ പ്രാധാന്യത്തോടു കൂടി കൊടുത്തിട്ടുണ്ട്. ഞങ്ങളുടെ നിലപാടുകൾ ഈ കാര്യത്തിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. ഞങ്ങൾ ഇന്ന് എല്ലാ അർത്ഥത്തിലും മുഖ്യമന്ത്രിക്കും ഗവൺമെന്റിനും പിന്തുണ കൊടുക്കാനിടയായത് എന്താണ് ഗവൺമെന്റ് കാരണം 154 ആളുടെ പേര് നിയമസഭയിൽ ചോദ്യത്തിനുത്തരമായി റവന്യൂ വകുപ്പ് മന്ത്രി നൽകിയിരിക്കുന്നു. ഈ കാര്യത്തിൽ എന്ത് നിലപാടാണ് ഗവൺമെന്റ് മുഖ്യമന്ത്രിയും എടുക്കുന്നത് എന്നറിയാൻ പ്രതിപക്ഷത്തിന് വലിയ താല്പര്യമുണ്ട്. ആ താല്പര്യത്തിന്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ ഒറ്റ വാക്കിലെ മറുപടി പറയേണ്ടതുള്ളൂ. ഞങ്ങളുടെ പരിപൂർണമായ പിന്തുണ ഗവൺമെന്റിനുണ്ട് കയ്യേറ്റം ഒഴിവാക്കാൻ. ആ കയ്യേറ്റം ഒഴിവാക്കുമ്പോൾ ആരുടെ കയ്യേറ്റമാണെങ്കിലും ഒഴിവാക്കണം. ഇവിടെ രാജേന്ദ്രൻ പറഞ്ഞൊരു കാര്യം കൂടി ഇടയ്ക്ക് ഞാൻ മഞ്ജുഷ ഒറ്റ സെക്കൻഡും കൂടി എനിക്ക് സമയം തരണം. രാജേന്ദ്രൻ എന്താ പറഞ്ഞത്? റവന്യൂ മന്ത്രി ഇത് പഠിക്കാണ്ട് ചെയ്തതാണെന്ന് പറഞ്ഞത്. എനിക്ക് റവന്യൂ മന്ത്രി പഠിക്കാണ്ടല്ല. ഞാനും സത്യൻ മൊകേരിയൊക്കെ നിയമസഭയിൽ ഉണ്ടായിരുന്ന ആളുകളാണ്. നിയമസഭയിൽ മന്ത്രിമാർ ചോദ്യം കൊടുക്കുമ്പോൾ ഉത്തരം കൊടുക്കുക, അത് കൃത്യമായും താഴെ തലത്തിൽ നിന്നും പിന്നെ പ്രിൻസിപ്പൽ സെക്രട്ടറി വരെയുള്ള ആളുകൾ മുഴുവൻ കണ്ട് സ്കൂട്ടിനി ചെയ്ത ഉത്തരവാണ് നിയമസഭ തരുന്നത്. രാജേന്ദ്രൻ എന്താ പറഞ്ഞത്? അതിനെതിരെ ഞാൻ ഹൈക്കോടതിയിൽ പോയിട്ടുണ്ട്. അത് പരാമർശിച്ചില്ല. കോടതി വിധി വരുമ്പോൾ കാണാം. കോടതിയിൽ ഒരു വിധിയും അനുകൂലമായി വരില്ല. കാരണം ഏറ്റവും അവസാനം നോക്കുക, വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് ട്രാവൻകൂർ പിന്നെ റബ്ബർ ആൻഡ് ടീ എസ്റ്റേറ്റ് വരും. അതുപോലെ തന്നെ പോപ്സിന്റെ എന്റർപ്രൈസസിന്റെയും കേസുണ്ട്. അവരുടെ വൻകിട കയ്യേറ്റത്തിനെതിരെ ഹൈക്കോടതി സ്റ്റേ. ശരി, ഞാൻ ഇടപെടുകയാണ്. സമയമില്ലാത്തതുകൊണ്ട് മാത്രമാണ് ശ്രീ ടി എൻ പ്രതാപൻ ഇടപെടുകയാണ്. സമയമില്ലാത്തതുകൊണ്ടാണ്. താങ്കൾ ആദ്യം പറഞ്ഞതിൽ ഒരു തിരുത്തുണ്ട്. ഈ 154 പേരുടെ പട്ടിക, കയ്യേറ്റക്കാരുടെ പട്ടിക നിയമസഭയിൽ റവന്യൂ മന്ത്രിയല്ല പുറത്തുവിട്ടത്. ഇക്കാര്യം മാതൃഭൂമി ന്യൂസാണ് പുറത്തു കൊണ്ടുവന്നത്. ഇന്ന് സർവകക്ഷി യോഗത്തിൽ ഉറച്ച ഒരു തീരുമാനമെടുക്കുവാൻ സർക്കാരിനെ പ്രേരിപ്പിക്കുകയും ചെയ്തു എന്ന് കരുതേണ്ടിയിരിക്കുന്നു. നിയമസഭയിൽ റവന്യൂ മന്ത്രി പറഞ്ഞത് S രാജേന്ദ്രന്റെ ഭൂമിയെക്കുറിച്ചുള്ള കാര്യമാണ്. അത് വ്യാജപട്ടയമാണ് എന്നാണ് റവന്യൂ മന്ത്രി നിയമസഭയിൽ വ്യക്തമാക്കിയിട്ടുള്ളത്. ഈ ചർച്ച അവസാനിപ്പിക്കുകയാണ്. ചർച്ചയിൽ പങ്കെടുത്ത എല്ലാവർക്കും നന്ദി. ഇടവേളയ്ക്ക് ശേഷം അകം പൂർവ്വം.